ധനിച്ചു വന്നപ്പോ അലിനെയും ഫ്രണ്ട്സും കരുതിയത് ഇവള് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തുന്നാ. ആ തോന്നൽ അവർക്കുണ്ടെങ്കിലേ അതിന്റെ ചൂട് അവരറിഞ്ഞില്ലേ? അനു, നിന്നെ അരവിനെ വണ്ടി കയറ്റാതെ ഞങ്ങളിങ്ങ് പോകുന്നത് നിനക്ക് വിഷമായോ? എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. അനു, നീ കാണിച്ചത് വല്ലാത്തൊരു അവിവേകമായിപ്പോയി. പോലീസിന്റെ പിടിപ്പെടാതെ തിരിച്ചെത്താൻ കഴിഞ്ഞത് നിന്റെയും ആരവിന്റെയും നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് പറഞ്ഞാ മതി. ഈ യാത്രക്കിടയിൽ നീയും ആരവും പോലീസിന് പിടി പെട്ടുപോയിരുന്നെങ്കിലോ? രുദ്രന്റെയും പോലീസിന്റെയും കയ്യിൽ നിന്നും തലനാരിഴക്കല്ലേ ഇവളും ആരവ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇതൊരു ഞാണിന്മേക്കളിയായി പോയി അനു. നിനക്കിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധമില്ല. ആരവിനെ സുരക്ഷിതാക്കണമെന്ന് മാത്രമേ ഞാനപ്പോ ചിന്തിച്ചുള്ളൂ. ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഞാൻ നിങ്ങളെല്ലാം അറിയിച്ചിട്ടല്ലേ പോയത്? അതെങ്ങനെയാ പിന്നെ തെറ്റാവുന്നേ? പോകുന്ന സ്ഥലം മാത്രം നീ പറഞ്ഞില്ല. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ? നീ നിന്റെ വീട്ടിലേക്ക് ആരവിനെ കൊണ്ടുപോകുന്നു പറഞ്ഞ എന്തായിരുന്നു തെറ്റ്? ഞാനതപ്പോ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കില്ലായിരുന്നു. അമ്മയും അങ്കിളും കോയമ്പത്തൂരേക്ക് പോയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ ഇവിടെ സംശയങ്ങൾ തോന്നുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ചു പോയ. എന്റെ വീട്ടില് കുറെ നാൾ ആരവിനെ ഒളിച്ചു താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ആരവിന്റെ കാര്യം ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും അമ്മയും അങ്കിളും പോയ കാര്യം ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. അവിടുന്ന് പുറത്തു ചാടാൻ പറ്റിയ പാടെ എനിക്കറിയും. കിരൺ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? എടാ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അനു, നിന്റെ ആരവിന്റെയും പ്രശ്നം കാരണം ഇവൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. നീ തന്നെ കൊടുക്ക്. കിരൺ, ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ഇത് കഴിക്കേ. കിരൺ, ഈ കൈ കൊണ്ട് നീ എന്നെ നടിച്ചോ? എനിക്ക് നോവില്ലടി. പക്ഷെ നീ ഇങ്ങനെ മൗനം പാലിച്ച് എന്നെ വേദനിപ്പിക്കല്ലേ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്നെ തല്ലിക്കോ. തല്ല്, തല്ലടി, തല്ലിക്കോ. അനു, തല്ല്, തല്ല് കിരൺ, തല്ലിക്കോ, തല്ലിക്കോ. അനു, അനു. ഞാൻ മിണ്ടാതിരുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. നിന്നോട് മാത്രമല്ല, നിങ്ങളോട് ആരോടും ഒരു വാക്ക് മിണ്ടാതെ എനിക്ക് ഈ മുറിയിൽ ജീവിക്കാനാവില്ല. നിന്നെ അരവിനെ റോഡിൽ നിർത്തിയിട്ട് വണ്ടി എടുത്തോണ്ട് പോന്നപ്പോ എനിക്ക് മാത്രം ദുഃഖം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? അനു, എന്റെ
എന്റെ മനസ്സ് എത്ര നുറുങ്ങായി വേദനിച്ചെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കിരൺ, കുറച്ചു നേരത്തേക്കെങ്കിലും